ഹലോ ഗൈസ്, അപ്പോൾ ഞാൻ ഇറങ്ങിയിട്ട് നേരെ ബാത്റൂമിലേക്ക് വന്നു. അപ്പോൾ ജസ്റ്റ് ഒന്ന് മുഖമൊക്കെ കഴുകി ബ്രഷൊക്കെ ചെയ്തിട്ട് വേണം എനിക്ക് അടുക്കളയിലേക്ക് പോവാൻ. അപ്പോൾ നമുക്കൊന്ന് ഫ്രഷ് ആവാം. ഓക്കെ, കുളിക്കുന്നില്ല. ഞാൻ യൂഷ്വലി എണീറ്റ ഉടനെ കുളിക്കാറുണ്ട് നാട്ടിൽ. പക്ഷെ ഇവിടെ വന്ന ശേഷം ഞാൻ പിന്നെ എൻ്റെതായ രീതിയിൽ അതായത് എണീറ്റ് ഫ്രഷായിട്ട് പിന്നെ നേരെ കിച്ചണിൽ പോയി അങ്ങനെ അവിടുത്തെ കാര്യമൊക്കെ കഴിഞ്ഞ് ഒക്കെ ഒന്ന് കഴിഞ്ഞതിന് ശേഷമാണ് കുളിക്കാറ്. രാവിലെ എണീറ്റ് കഴിഞ്ഞാലൂടെ ഞാനൊരു ഗ്ലാസ് വെള്ളം കുടിക്കാറുണ്ട്. ഒന്നാമത് ഞാൻ നല്ല ദാഹിച്ചിട്ടായിരിക്കും എണീക്കാറ്. പിന്നെ ചിലപ്പോൾ ഇൻ കേസ് ദാഹം ഇല്ലെങ്കിലും എണീറ്റ് കഴിഞ്ഞാൽ ഇപ്പം അത് ശീലമായിട്ടുണ്ട്. ഞാനിപ്പോൾ കിച്ചണിൽ എത്തിയിട്ടുണ്ട്. നമുക്ക് പെട്ടെന്ന് ബ്രേക്ക്ഫാസ്റ്റും അതുപോലെ ഏട്ടന് കൊണ്ടുപോകാനുള്ള ലഞ്ചും റെഡിയാക്കണം. അപ്പം അതിൻ്റെ ഒരു തിരക്കാണ്. ഓക്കെ, വീഡിയോ എടുക്കുന്നത് കൊണ്ടാണ് ഇത് കറക്റ്റായിട്ട് എടുക്കാൻ പറ്റാത്തത്. അപ്പോൾ കണ്ണൻ എണീറ്റ് അവൻ്റെ ഡയപ്പറൊക്കെ മാറ്റി അവനൊന്ന് കൊണ്ടുപോയിട്ട് ഒരു ചെറിയൊരു കുളി കഴിഞ്ഞു. ജസ്റ്റ് ഒന്ന് മേലിൽ വെള്ളത്തോണ്ടൊന്ന് കഴുകി കൊടുത്തു, മുഖവും ഒക്കെ ഒന്ന് ഒരു ഫ്രഷ് ആവാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് ഡയപ്പർ ഇട്ട് കൊടുക്കണം. പിന്നെ അവന് ഡ്രസ്സ് ചെയ്ത് കൊടുക്കണം. ഓക്കെ, ജിങ്കിട്ട് ജിങ്കാപ്പി. എന്ത് വിഷമ എടുത്തിട്ട് വരാട്ടോ. അപ്പൊ ബേബീസിന് ചെലവായി പോകുന്ന ഒരു ഐറ്റാണ് കേട്ടോ ഇതിപ്പോ ഒരു മന്തൊക്കെ നിൽക്കും. 60 പാൻസ് ഉണ്ട് ഇതില്. അപ്പോൾ കണ്ണന് ഡ്രസ്സൊക്കെ ചെയ്ത് കൊടുത്തു. അവന് റിമോട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് വെച്ചിട്ടുള്ളൊരു അയ്യോ വാശിയുണ്ട് ചെറുതായിട്ട്. ഇത് എന്താ കണ്ണാ, റിമോട്ടാണോ? എത്ര ടോയ്സ് ഉണ്ടെങ്കിൽ ഇവന് ഇതുപോലത്തെ റിമോട്ട്, ഈ ആവശ്യമില്ലാത്ത സാധനങ്ങൾ എടുത്ത് കളിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ഹലോ ഹലോ ഓ. അപ്പം മോന് ഞാൻ ഡ്രസ്സ് മാറ്റി കൊടുത്തു, അതുപോലെ ഡയപ്പർ പുതിയതിട്ട് കൊടുത്തു. അപ്പോൾ ഡയപ്പർ ഇടുന്നതിന് മുന്നേ എപ്പോഴും ഡയപ്പർ റാഷ് ക്രീം യൂസ് ചെയ്യാറുണ്ട്. മോന് ഞാൻ ഒരു 28 ഡേയ്സ് ആവുന്നത് മുതലേ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഡയപ്പർ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പോഴും അത് തന്നെയാണ് ഉപയോഗിക്കുന്നത്. അങ്ങനെ ക്ലോത്ത് ഡയപ്പേഴ്സ് ഉണ്ട്, പക്ഷെ വല്ലപ്പോഴും ഒക്കെ ക്ലോത്ത് ഡയപ്പേഴ്സ് ഉപയോഗിക്കുന്നതിലും കൂടുതലും ഡയപ്പർ തന്നെയാണ്. അവന് ഇതുവരെ അലർജി ആയിട്ടോ അങ്ങനെ ബുദ്ധിമുട്ടുകളൊന്നും വന്നിട്ടില്ല. അത് കുറച്ചും കൂടെ കംഫർട്ടബിൾ ആയിട്ട് തോന്നി. മോനും അതെ. അപ്പോൾ അതെ, ഞാൻ യൂസ് ചെയ്യുന്നത് ഇപ്പം സെബാമെഡിൻ്റെ ക്രീം തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ഡയപ്പർ റാഷ് നല്ലൊരു റിവ്യൂ ആണ് എനിക്ക് തരാനുള്ളത്. അപ്പോൾ നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഒന്നാണ് കേട്ടോ കുട്ടികൾക്ക്. അപ്പോൾ എപ്പോഴും ഈച്ച് ടൈം ഡയപ്പർ ചേഞ്ച് ചെയ്യുമ്പോൾ കുറച്ച് ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് ഒരു നല്ല സേഫ്റ്റിക്ക് നല്ലതാണ് കേട്ടോ. എന്തുവാ ഫുഡ് തന്നില്ലേ? വെള്ളവും നിറച്ചിട്ടുണ്ടല്ലോ. പിന്നെ എന്താ ബഹളം ഉണ്ടാക്കുന്നത്? പുറത്തേക്ക് വരാനാണോ? ഇപ്പോൾ പുറത്തോട്ട് വന്നൂടാ. കഴിച്ചു കഴിഞ്ഞോ? എല്ലാം കഴിച്ചു കഴിഞ്ഞല്ലോ. ഇത്ര വിശന്നോ നിനക്ക്? ഇത്ര വിശന്നോ? അതിലുണ്ട്, മുഴുവൻ കഴിക്കുക. എന്നാലേ ഇട്ട് തരും കേട്ടോ. മുഴുവൻ കഴിക്കുക. എവിടെ അടുത്താള്? അപ്പോൾ ഇതാണ് ഇവരുടെ ഫുഡ്. ഇത് നിങ്ങൾക്ക് അറിയാം, കുറേ സീഡ്സ് മിക്സ് ചെയ്തതാണ് കേട്ടോ. അപ്പം ഇതിലിപ്പോൾ ഇതൊക്കെ സൺഫ്ലവർ സീഡാണ്, സൺഫ്ലവറിൻ്റെ സീഡ്. ഇത് പക്ഷിക്ക് മാത്രമല്ല നമുക്കും കഴിക്കാം, വളരെ നല്ലതാണ് സൺഫ്ലവറിൻ്റെ സീഡ്സ്. നല്ല എന്താ പറയുക, ഓയിലി.
അപ്പോൾ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാണ്. അപ്പോൾ അതിന് മുന്നേ എനിക്ക് കോഫി ഉണ്ടാക്കണം. ഞാൻ ഇൻസ്റ്റൻറ്റ് കോഫിയാണ് കൂടുതലായിട്ട് ഉണ്ടാക്കാറ്. അപ്പോൾ എൻ്റെ കയ്യിൽ എല്ലാ ടൈപ്പ് കോഫി പൗഡേഴ്സും ഉണ്ട്. പിന്നെ ഞാൻ എന്താ പറയുക, നമ്മുടെ സ്റ്റാർബക്സിൻ്റെ കോഫിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ജസ്റ്റ് ഇത് വലിയ പണിയൊന്നും ഇല്ലാത്ത എളുപ്പപ്പണിക്ക് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ്. അതുപോലെ കോപ്പിക്കോൻ്റെ ഉണ്ട്, ഇത് നെസ്റ്റിലിൻ്റെ ആണ്, കവറ് മാറ്റുണ്ടെന്നേ ഉള്ളൂ. ഇതൊക്കെ നല്ല എളുപ്പത്തിൽ നമുക്ക് യൂസ് ചെയ്യാനും പറ്റും. നമുക്കധികം എന്താ പറയുക, അധികം പണിയില്ല. അതുപോലെ ഇതാ നമ്മുടെ ഇത് നെസ്കഫേൻ്റെ വേറൊരു ടൈപ്പ്, പിന്നെ കുറേ ഐറ്റംസ് ഉണ്ട് നെസ്കഫേൻ്റെ എല്ലാം. ക്യാപിച്ചിനോ, അതുപോലെ നമ്മുടെ സ്റ്റാർബക്സിൻ്റെ തന്നെ നെസ്കഫേൻ്റെ ആണിത്, സ്റ്റാർബക്സിൻ്റെ വേറെ ടൈപ്പ്. അങ്ങനെ എല്ലാം ഇൻസ്റ്റൻറ്റ് കോഫിയാണ് ഉണ്ടാക്കുന്നത്. പിന്നെ ഞാൻ കാണിച്ചു തരാം, ഇത് ഫ്രിഡ്ജിൽ ഞാനില്ലേ ഐറ്റംസൊക്കെ ഇങ്ങനെ കവറിലാക്കിയിട്ടാണ് വെച്ചിട്ടുള്ളത്. ഇപ്പോൾ ഫ്രൂട്ട്സ് ആണെങ്കിലും വെജിറ്റബിൾസ് ആണെങ്കിലും റീസെൻ്റ്ലി വാങ്ങിച്ചതൊക്കെ ഇങ്ങനെ കവറിൽ വെച്ചിട്ടാണ് ഉള്ളത്. അപ്പം ആർക്കെങ്കിലും അറിയോ ഇങ്ങനെ കവറിൽ വെക്കുന്നത് കൊണ്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അപ്പോൾ ഏതാണ് ബെറ്റർ, ഇങ്ങനെ അഴിച്ചിടുന്നതാണോ അതോ കവറിൽ വെക്കുന്നതാണോ? അപ്പോൾ നിങ്ങളുടെ ഒപ്പീനിയൻ കൂടെ ഒന്ന് പറയണേ. പിന്നെ ഈ സൈഡിൽ എഗ്ഗ്, അതുപോലെ നമ്മുടെ ലൈമുണ്ട്, പാല് വെച്ചിട്ടുണ്ട്. ഇതൊരു സ്വീറ്റ് ആട്ടോ, ഒരു മിഠായിയാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ജസ്റ്റ് അലിഞ്ഞു പോകുന്നൊരു ടൈപ്പ്, അപ്പോൾ അതുണ്ട്. പിന്നെ യെസ് ഡ്രിങ്ക്സാണ്, ഫ്രൂട്ടി, പിന്നെ അതുപോലെ കുറച്ച് കഴിക്കട്ടെ. ഇത് ഞാൻ കറിവേപ്പില വെച്ചിട്ടുള്ളതാണ് കേട്ടോ. കറിവേപ്പില ഇങ്ങനെ കവറിലിട്ടിട്ട് വെച്ച് കഴിഞ്ഞാൽ കുറേ കാലം ഇരിക്കുന്നു ഇട്ടിട്ടുണ്ട്. അപ്പം നന്നായിട്ട് മൂടിയിട്ട്, അല്ലെങ്കിൽ ചെറിയ ടിന്നിലാക്കിയിട്ട് അടച്ചു വെക്കണം, എന്നാൽ കുറച്ചും കൂടെ നല്ലതാണ്. ഇത് കുറച്ച് കാടമുട്ടയുണ്ട്, നമ്മൾ മാർക്കറ്റിൽ പോയപ്പോൾ വാങ്ങിച്ചിട്ടുണ്ടായതാണ്. അപ്പം അങ്ങനെ ഫ്രിഡ്ജിൻ്റെ അറേഞ്ച്മെൻറ്റ് ഇങ്ങനെയാണ്. അപ്പോൾ ഈ ഒരു കാര്യം മറക്കണ്ട ആരെങ്കിലും, ഈ ഒരു എന്താ പറയുക, ഈ കവറിലിട്ട് വെച്ചിരിക്കുന്നത് നല്ലതാണോ അതോ എല്ലാം സെപ്പറേറ്റ് ചെയ്ത് വെക്കുന്നതാണോ നല്ലതെന്ന് ജസ്റ്റ് കമൻറ്റ് ചെയ്യൂ കേട്ടോ. പിന്നെ ഇതിൻ്റെ മുകളിൽ മീറ്റാണ് കേട്ടോ. അപ്പോൾ മീറ്റ് ഐറ്റംസ് ചിക്കനാണിത്, പിന്നെ ഇത് ബീഫാണ്, ബീഫാണ്. പിന്നെ ഇത് നഗറ്റ്സ്, നിങ്ങൾക്കറിയാം. തേങ്ങ ഇങ്ങനെ ചിരകിയിട്ടാണ് ഞാൻ വാങ്ങിക്കാറ്. അപ്പോൾ ജസ്റ്റ് ഇങ്ങനെ ഒരു ഡപ്പയിൽ കിട്ടും. അപ്പോൾ നമുക്ക് ചിരകേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഫ്രീസറിൽ വെച്ചാൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. പനീർ, കുറച്ച് ഐസ്ക്രീമാണ്. ഇത്രയും ഐറ്റംസ്. ഞാൻ ജസ്റ്റ് ഫ്രിഡ്ജ് തുറന്നപ്പോൾ ഫ്രിഡ്ജ് ഒന്ന് കാണിച്ചു തന്നേ ഉള്ളൂ. യൂഷ്വലി ഇത്രയും ക്ലീനായിട്ട് ഉണ്ടാകാറില്ല. സാധനങ്ങളൊക്കെ മേടിച്ചപ്പോൾ ജസ്റ്റ് റീസെൻ്റ്ലി മേടിച്ചതുകൊണ്ട് അങ്ങനെ തന്നെ വെച്ചു എന്നേ ഉള്ളൂ. ദോശയുണ്ട്, പിന്നെ ബീഫും പിന്നെ മുട്ട ഉണ്ട്. അപ്പോൾ അതാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോകുന്നത്. പിന്നെ ഇൻസ്റ്റൻറ്റ് കോഫിയാണ്, ചൂടുവെള്ളം തിളപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കണ്ണൻ ഇങ്ങനെ കസേരയിലൊക്കെ ഇരുന്ന് നല്ല കുട്ടിയായിട്ട് കസേരയിൽ ഇരിക്കുന്നുണ്ടോ? കണ്ണൻ നല്ല കുട്ടിയായിട്ട് ഇരിക്കുന്നുണ്ടോ? ഇതാ മീമി എവിടെ കണ്ണാ? മീമി എവിടെ? മീമി ഇതാ. അപ്പോൾ ഫിഷിനെ നോക്കിക്കൊണ്ട് കണ്ണൻ ഇങ്ങനെ കുറച്ച് നേരം ഇരിക്കും. ആ സമയത്താണ് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക. അപ്പോൾ എല്ലാ ദിവസവും ഇങ്ങനെയല്ല, ചിലപ്പോൾ ഇവൻ എണീക്കാൻ ലേറ്റ് ആവും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കളിച്ചുകൊണ്ടിരിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ ഇവൻ ഉറങ്ങും ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമ്പോൾ. അപ്പോൾ കറക്റ്റ് എനിക്കൊരു ടൈമിംഗ് ഒന്നുമില്ല റൊട്ടീനായിട്ട്. ഞാനിങ്ങനെ പുറത്തോട്ടൊക്കെ നോക്കിയിട്ട് ആസ്വദിച്ചിട്ടാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക. പക്ഷെ എനിക്കിങ്ങനെ എന്തെങ്കിലുമൊക്കെ പെട്ടെന്നിരുന്ന് കഴിക്കുന്നത് എനിക്ക് തീരെ ഇഷ്ടമല്ല. അപ്പോൾ ജസ്റ്റ് ഒന്ന് പുറത്തെ കാഴ്ചകളൊക്കെ കണ്ട് അപ്പോൾ ഇന്ന് കണ്ണന് ഞാൻ ചെറി വെച്ചിട്ടൊരു പ്യൂരി ഉണ്ടാക്കാൻ പോവാണ്. അപ്പോൾ ഇത് ബോയിലൊന്നും ചെയ്യേണ്ട തോന്നുന്നു. അപ്പോൾ ബോയിൽ ചെയ്യാണ്ട് റോ ആയിട്ട് തന്നെ ജസ്റ്റ് കഴുകിയെടുത്തിട്ട് ഒന്ന് മിക്സിയിലിട്ട് ബ്ലെൻഡ് ചെയ്തിട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിത് അടിച്ചെടുത്തിട്ടുണ്ട്. കുറച്ചിങ്ങനെ കട്ടകളായിട്ട് ഇരിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ലേ കുറച്ചേ ക്വാണ്ടിറ്റി ഉള്ളൂ, അത് അവൻ കുടിക്കുന്ന അത്ര കൊടുത്തു നോക്കാം. അപ്പോൾ ഫസ്റ്റ് ടൈം അല്ലേ, അതിപ്പോൾ ഓവർ ഫീഡ് ചെയ്യുന്നില്ല. ഓക്കെ, കണ്ണൻ ഭയങ്കര ശ്രദ്ധയോടെ കാണുന്നുണ്ടോ? അപ്പോൾ TV കണ്ടുകൊണ്ട് കിടക്കുകയാണ്. അപ്പം ഇനി നമുക്ക് ആ ചെറി ഇവന് കൊടുക്കാം. അപ്പം ഞാനിത് കൊടുക്കാൻ പോവാണേ. ചെറി കണ്ണൻ കുറുക്ക് കുടിക്കുന്നുണ്ടോ? കണ്ണൻ എന്താ കുടിക്കുന്നേ? ഫ്രൂട്ട്സ്. ചെറി കുടിക്കുന്നുണ്ടോ? ചെറിയാണോ? ചെറി കഴിക്കുന്നുണ്ടോ? ഇഷ്ടപ്പെട്ടോ കണ്ണനെ? ഇഷ്ടപ്പെട്ടോ കണ്ണാ? ഈ പാപ്പ ഇഷ്ടപ്പെട്ടോ? നല്ല റെഡ് കളറ് വരുന്നുണ്ട് അതിന്. രസമുണ്ടോ? ഇഷ്ടായോ കണ്ണന്? ഇഷ്ടായോ? ശരി, ഇഷ്ടായോ? ഇഷ്ടപ്പെട്ടോ കുഞ്ഞിക്കണ്ണന്? ഇഷ്ടപ്പെട്ടോ? അപ്പൊ ഞാൻ യൂഷ്വലി ഇവനെ എണ്ണ തേച്ച് കുളിപ്പിക്കാറൊന്നുമില്ല, ഇടക്ക് മാത്രം ഒക്കേഷണലി ആണ് തേച്ച് കൊടുക്കാറ്. അപ്പൊ ഇന്ന് എണ്ണ തേച്ച് കിടത്തിയിട്ടുണ്ട്. ബഹളം ഉണ്ടാക്കുന്നുണ്ടാ? അതിന് ക്ഷമ
നഷ്ടപ്പെട്ടോണ്ടിരിക്കുന്നത്. പെട്ടെന്ന് അവനൊന്ന് കുളിപ്പിച്ചെടുക്കട്ടെ കേട്ടോ. അപ്പൊ ഇന്ന് ഞാൻ എണ്ണയൊക്കെ തേച്ച് കിടത്തിയിട്ടുണ്ട്. ഞാൻ ഡെയിലി ഒന്നും എണ്ണയിട്ട് കുളിപ്പിക്കാറില്ല, ഒക്കേഷണലി മാത്രമാണ്. ഈ ഒരു ഷീറ്റിലാണ് ഞാൻ എണ്ണയിട്ട് കിടത്താറ് അവനെ. ഓ പല്ല് തേക്കുന്നുണ്ടോ കണ്ണൻ? ഇതൊരു അപ്പൊ ഞാൻ ജസ്റ്റ് എന്റെ സ്കിൻ കെയർ ഒന്ന് ചെയ്യാന്ന് വിചാരിച്ചു രാവിലെ. കാരണം ഇവിടെ നല്ല ചൂടും ഹ്യൂമിഡിറ്റി ഒക്കെയാണ്. അപ്പം നമ്മള് ബാൽക്കണി ടെറസിലൊക്കെ പോകുമ്പോഴും എന്താ പറയാ ഒരു സ്കിന്നിന് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ ജസ്റ്റ് ഒന്ന് സ്കിൻ കെയർ ഒക്കെ ചെയ്ത് വരാം. ഞാൻ ഇത് മാത്രമേ അപ്ലൈ ചെയ്യാറുള്ളൂ. ഇതിലിപ്പോ മോയ്സ്ചറൈസറും പിന്നെ അതുപോലെ സൺസ്ക്രീമും കൂടെ വരുന്നൊരു ക്രീമാണ്. ഭയങ്കര യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ട്. അപ്പൊ ഒന്ന് ചെറുതായിട്ട് സ്കിൻ കെയർ ഒക്കെ ചെയ്ത്, കാരണം ഞാനിപ്പോ ടെറസിലും ബാൽക്കണിയിലേക്കൊക്കെ പോകുന്നുണ്ടെങ്കിൽ നല്ല ഹ്യൂമിഡിറ്റിയാണ് പുറത്ത്. സ്കിന്നൊക്കെ ഭയങ്കര ഡ്രൈ ആവുന്നു. കണ്ണം കരയുന്നുണ്ട്. പെട്ടെന്ന് ഇത് ചുറ്റി വേണം അവനൊന്ന് എടുക്കാൻ വേണ്ടിട്ട്. മുടിയും കൂടി ഒന്ന് ഒതുക്കി കെട്ടാൻ, ഇന്നലെ രാത്രി കെട്ടിയ പോലെ തന്നെ ഉണ്ട് അത്രേ. അപ്പൊ ജസ്റ്റ് മുടിയും കൂടി ഒന്ന് ജസ്റ്റ് ഒതുക്കി കെട്ടാം. ഇതിങ്ങനെ കേൾസ് ആയിട്ടുണ്ട്. ഇന്നലെ രാത്രി മുടി മടഞ്ഞിട്ടതുകൊണ്ട് നല്ല കേളി ആയിട്ടുണ്ട്. സാധാരണ എന്റെ മുടി നല്ല കുറച്ച് സ്ട്രെയിറ്റ് ആണ് കേട്ടോ. മോൻ ബഹളം ഉണ്ടാക്കാനായി പെട്ടെന്ന് ഒന്ന് തീർത്തിട്ട് അപ്പൊ ഞാന് നമ്മൾക്കുള്ള ചോറും മോനുള്ള ചോറും റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. കറി ഇനി സെറ്റ് ആക്കണം. അതിനു മുന്നേ മോനെ ഒന്ന് കുളിപ്പിച്ചെടുക്കണം. വന്നോ പൈടാ. ആര് വായത് അമ്മനിട്ടാക്കടു വാവയാണോ? അപ്പൊ നമ്മളിപ്പോ ഡയപ്പർ റാഷ് ഒക്കെ ഇട്ടു, റാഷ് ക്രീം ഇട്ടു. നമുക്ക് ഈ ഒരു ഡയപ്പർ ഇട്ട് കൊടുക്കണം. ചക്കുടു ചക്കുടു ഡക്കുടു 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 ഡക്കുടു. എന്ത് വർത്താനം പറയുന്നുണ്ടോ കണ്ണൻ? അമ്മേനോട് വർത്താനം പറയുന്നുണ്ടോ? ഇച്ചിരി പൗഡർ മുഖത്തൊന്നും അധികം ഇടാറില്ല, പക്ഷെ ജസ്റ്റ് ഈ കക്ഷത്തും അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ചെറുങ്ങനെ ഇടും. കഴിച്ചോ കണ്ണ? അമ്മ പൗഡർ ഇട്ടിട്ട് കഴിച്ച. കഴുത്തിന്റെ ആ ഒരു ഇറുകിയ സ്ഥലത്തും അതുപോലെ കക്ഷത്തൊക്കെ ഞാൻ ഇട്ട് കൊടുക്കാറുണ്ട്. മുഖത്ത് അങ്ങനെ പൗഡർ ഇടുന്നത് നല്ലതല്ലാന്ന് കേട്ടിട്ടുണ്ട്. പിന്നെ അധികം നമ്മൾ കൺമശൊക്കെ എഴുതി കൊടുത്താൽ ജസ്റ്റ് ഒന്ന് ഇട്ട് കൊടുക്കും. കഴുത്ത് വെച്ച കഴുത്ത് വെച്ച കണ്ണന്റെ. അപ്പൊ ഇതൊരു ഓയിൽ ഉള്ള ഒരു വൈബ്സ് ആണ് കേട്ടോ. സെബാമെഡിന്റെ ഒരു ഓയിലുള്ള വൈബ്സ് ആണ് സെബാമെഡിന്റെ. അപ്പൊ ഇതിട്ടിട്ട് ഒന്ന് എല്ലായിടത്തും ഒന്ന് തടവി കൊടുത്താൽ ഒരു ഓയിൽ ഫീൽ ഉണ്ടാവും. കണ്ണു എന്തത്? അവൻ കുളിച്ച് വന്നിട്ടുണ്ട്. ഇപ്പം ഞാൻ രാസ്നാദി പൊടി തിരുമ്പി കൊടുക്കാൻ പോവാണ്. മോന് ചെറുപ്പം മുതലേ നമ്മൾ രാസ്നാദി ഇട്ടിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് അതങ്ങനെ ശീലമായിപ്പോയി. അപ്പം ഇപ്പോഴും അത് തിരുമ്പി കൊടുക്കാറുണ്ട്. അപ്പം പെട്ടെന്ന് കോൾഡൊന്നും വരാതിരിക്കാൻ ഹെൽപ്പ് ചെയ്യും. ഈ ക്രീംസൊക്കെ ഇട്ട് കൊടുത്തിട്ടൊന്ന് ഡ്രസ്സൊക്കെ ചെയ്ത് കണ്ണനെ അമ്മ ഉറക്കും. അപ്പം ഇതൊരു ഓയിൽ ഉള്ള ഒരു വൈബ്സ് ആണ് കേട്ടോ. സെബാമെഡിൻ്റെ ഒരു ഓയിലുള്ള വൈബ്സ് ആണ് സെബാമെഡിൻ്റെ. അപ്പം ഇതിട്ടിട്ട് ഒന്ന് എല്ലായിടത്തും ഒന്ന് തടവി കൊടുത്താൽ ഒരു ഓയിൽ ഫീൽ ഉണ്ടാവും. കണ്ണു എന്തത്? ചക്കുടു ചക്കുടു ഡക്കുടു 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 ഡക്കുടു. ഇച്ചിരി പൗഡർ മുഖത്തൊന്നും അധികം ഇടാറില്ല, പക്ഷെ ജസ്റ്റ് ഈ കക്ഷത്തും
അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ചെറുങ്ങനെ ഇടും. കാണിച്ചോ കണ്ണ, അമ്മ പൗഡർ ഇട്ടിട്ട് കാണിച്ചേ. കഴുത്തിന്റെ ആ ഒരു ഇറുകിയ സ്ഥലത്തും അതുപോലെ കക്ഷത്തൊക്കെ ഞാൻ ഇട്ട് കൊടുക്കാറുണ്ട്. മുഖത്ത് അങ്ങനെ പൗഡർ ഇടുന്നത് നല്ലതല്ലാന്ന് കേട്ടിട്ടുണ്ട്. പിന്നെ അധികം നമ്മൾ കൺമഷൊക്കെ എഴുതി കൊടുത്താൽ കുളിയൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ നീലുവിന് നല്ല ഉറക്കം വരുന്നുണ്ട്. അപ്പം ഇനി അവനെ ഉറക്കിക്കെടുത്തതിന് ശേഷം ബാക്കി കുക്കിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് എൻ്റെ ദിവസം പോവും.